ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ നമ്മുടെ വേദയുടെ വള കാണാതെ പോയിരിക്കുകയാണല്ലോ. അതെല്ലാവരും കൂടി തിരഞ്ഞ് തപ്പി നടക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരോടും ചോദിച്ചതുപോലെ തന്നെ അമ്മ വന്ന് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ വേദയുടെ വള കണ്ടായിരുന്നോ, എടുത്തായിരുന്നോ എന്നൊക്കെ. എടുത്തിട്ടില്ലെങ്കിൽ നീ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യാൻ വേണ്ടി അമ്മ പറയും. അപ്പോൾ വിക്രം അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യത്തില്ല കേട്ടോ, അതിന് മടിക്കും. അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വിക്രമാണ് ഇതിൻ്റെ പുറകിലെന്ന് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് സങ്കടമാണ് കേട്ടോ. പിന്നെ അമ്മ നന്നായിട്ട് കരയുവാണ്. അമ്മ ഒരിക്കലും വിചാരിച്ചില്ല തൻ്റെ മകൻ അതെടുക്കും എന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ വേദയ്ക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നു. വേദയും ഭയങ്കരമായിട്ടും കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരു സങ്കടത്തിൻ്റെ ഒരു ഇതിലോട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോകുന്നത്. അതുപോലെ നന്ദിനിയേട്ടത്തിയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നോർത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് വിക്രത്തിൻ്റെ ഇതിലോട്ട് പോയത് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെയാകും. എന്തായാലും വിക്രം എന്തിനാണ് ഈ വള എടുത്തതെന്ന് ഒക്കെ നമ്മുടെ വേദയോട് വിക്രം തുറന്ന് പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. എന്തായാലും വിക്രമാണ് ഇതെടുത്തതെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഞെട്ടി. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയതുകൊണ്ട് വിക്രം എല്ലാം തുറന്ന് പറയാൻ തന്നെ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം വിക്രം അത് പറയുമോ ഇല്ലയോ, എന്തിനാണ് എടുത്തതെന്നൊക്കെ. എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.